കോതമംഗലം മാതിരപ്പിള്ളിയിലെ ഷോജി വധക്കേസ് പുനരന്വേഷിക്കണമെന്ന് കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഭർത്താവ് ഷാജി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഷാജി നിവേദനം നൽകിയിട്ടുണ്ട്. താൻ നിരപരാധിയാണെന്നും കള്ളക്കേസിൽ കുടുക്കിയതാണെന്നുമാണ് ഷാജിയുടെ വാദം. 2012 ഓഗസ്റ്റ് 8 മാതിരപ്പിള്ളിയിലെ വീട്ടിൽ വച്ചാണ് ഷോജി എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടത്. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ഡിസംബർ 7 ഭർത്താവ് ഷാജിയെ ക്രൈംബ്രാഞ്ചിന്റെ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 3 മാസത്തോളം റിമാൻഡിലായിരുന്ന ഷാജി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് അന്വേഷണ സംഘത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നും ഷാജി പറയുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കേസ് പ്രത്യേക ടീമിനെ നിയോഗിച്ച് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷാജി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പ്രശസ്തിയും പ്രമോഷനും മുന്നിൽ കണ്ടാണ് തന്നെ പ്രതിയാക്കി കേസന്വേഷണം പൂർത്തിയാക്കിയതെന്നാണ് ഷാജിയുടെ ആരോപണം. കള്ളത്തെളിവുകളും കള്ളസാക്ഷികളെയുമാണ് ക്രൈംബ്രാഞ്ച് നിരത്തുന്നത്. പോക്സോ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്ത ശേഷം തന്നെ വിവിധ രേഖകളിൽ ഒപ്പിടിപ്പിച്ചത്. തന്നെ കേസിൽ കുടുക്കാൻ ഡിവൈഎസ്പി ആരിൽ നിന്നോ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിട്ടുണ്ടെന്നും ഷാജി ആരോപിക്കുന്നുണ്ട്. ഷോജി കൊല്ലപ്പെട്ട ശേഷം തന്നെ ദിവസങ്ങളോളം അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചിട്ടും തന്റെ പേരിൽ കുറ്റം കണ്ടെത്താൻ ലോക്കൽ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പോളിഗ്രാഫ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയനാക്കിയിട്ടും തെളിവൊന്നും ലഭിക്കാതിരുന്നതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ ഡിവൈഎസ്പിമാർ തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്നും ഷാജി വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.